ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അമ്പാടിക്കണ്ണൻ ആർമി ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയാലോ? എങ്കിൽ വയ്യോ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഇതിലോട്ട് 1.5 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടാണെങ്കിൽ കൂട്ടാട്ടോ. ഞാനിവിടെ 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കണം. ഞാൻ അത് എഡിറ്റ് ചെയ്യുമ്പോൾ വിട്ടുപോയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയാവാൻ പാടില്ല, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് വേണ്ടത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. തരികളൊന്നും പാടില്ല, നല്ലപോലെ ഒന്ന് ക്രീമി രൂപത്തിലായിരിക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് നല്ലപോലെ കുഴച്ചത്. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്, കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇത് ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴമാണ്. ഇനി നമ്മൾക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ അവൈലബിൾ, സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് എടുക്കാം, വെളിച്ചെണ്ണയാണെങ്കിൽ അതെടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തായാലും നമ്മുടെ പഴംപൊരി നല്ല ടേസ്റ്റാണ്. പക്ഷേ കുറച്ചുകൂടെ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ കുറച്ച് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മളുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി മുറിച്ച് ഓരോരോ പഴം എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് ഓരോരോന്നായിട്ട് ഇടാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുമിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടാൻ പറ്റില്ല, എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. പിന്നെ നമുക്കത് കോരി എടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഓരോരോ പഴം എടുക്കുക, മാവിൽ മുക്കിയിട്ട് ഓരോരോന്നായിട്ട് ഇടാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഒരു ഭാഗം നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓരോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ഇതുപോലെ എല്ലാ പഴംപൊരി ഉണ്ടാക്കി കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. കുട്ടികൾക്ക് വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പഴംപൊരിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോസിനായി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ.